Hi friends, once again welcome back to T Blogs. This meeting is from Mavelikana. ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഞാൻ ഒരു കണ്ടന്റ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാം, അതിനുശേഷം സംസാരിക്കാം. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി വെടിയേറ്റ് മരിച്ചു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഹർസിമ്രത് രൺധാവ കൊല്ലപ്പെട്ടത്. അന്വേഷണം തുടങ്ങിയതായി കനേഡിയൻ പോലീസ് അറിയിച്ചു. അക്രമിയെപ്പറ്റി എന്തെങ്കിലും വിവരം അറിയുന്നവർ അത് പോലീസിന് കൈമാറണമെന്ന് കനേഡിയൻ പോലീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് ഇരുന്നുണ്ട്. റഷീദ്, എന്താണ് സംഭവം? കാറിൽ പോയ അജ്ഞാതർ വെടിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുറത്തു വന്ന് വരുമെന്ന് തോന്നുന്നല്ലേ? PG പോലീസിന് തന്നെ ആദ്യഘട്ടത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. വെടിവെപ്പ് നടക്കുന്നു എന്നറിഞ്ഞ് പോലീസ് ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ, ഹാമിൽട്ടണിലെ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ ഹർസിമ്രത്ത് അവിടെ വീണ് കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് സംഘം ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി കാനഡയിൽ ഹാമിൽട്ടണിൽ താമസിക്കുന്ന കുടുംബമാണ് ഹർസിമ്രത്തിൻ്റേത്. അവിടെ വിദ്യാർത്ഥിനിയാണ് ഹർസിമ്രത്ത്. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം, രണ്ട് സംഘങ്ങൾ തമ്മിൽ വെടിവെപ്പുണ്ടായി. ഇതിനിടയിൽ നിരപരാധിയായ ഹർസിമ്രത്ത് പെട്ടുപോയി എന്നാണ്. ഒരു കറുത്ത കാറിലും വെളുത്ത കാറിലുമായി രണ്ട് സംഘങ്ങൾ പരസ്പരം വെടിയുതിർത്തുകൊണ്ട് ഈ സ്ട്രീറ്റിലൂടെ, ഈ റോഡിലൂടെ കടന്നുപോയി. ഇതിനിടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ഹർസിമ്രത്ത്, നിരപരാധിയായ ഹർസിമ്രത്ത് ഈ വെടിവെപ്പിനിടയിൽപ്പെട്ടു. വെടിയുണ്ടകളിൽ ഒന്ന് ഹർസിമ്രത്തിന്റെ ദേഹത്ത് പതിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ അക്രമി സംഘത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ട ആ ബൈറ്റിൽ അദ്ദേഹം പറയുന്നത് ഒരു നിരപരാധിയായ വ്യക്തിയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുന്നു. ഈ അക്രമികളെ പറ്റി എന്തെങ്കിലും വിവരം അറിയുന്നവർ പോലീസിന് കൈമാറണമെന്ന് കനേഡിയൻ പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലെ എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത് ആരാണ് എന്നതിനെപ്പറ്റി പോലീസിന് പ്രാഥമിക സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അക്രമികൾ വൈകാതെ പിടിയിലാകുമെന്ന് കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നിരപരാധിയായ ഒരു പെൺകുട്ടി ബസ് കാത്തു നിൽക്കെ അക്രമി സംഘങ്ങൾ തമ്മിൽ നടത്തിയ വെടിവെപ്പിനിടയിൽപ്പെട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. PG, നിങ്ങൾ എത്ര പേര് ഈ കണ്ടന്റ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. റൈസിസം എനിക്ക് പറയാനുള്ളത് എത്ര മാത്രമേ ഉള്ളൂ. റൈസിസം അത് എല്ലായിടത്തും ഉണ്ട്. ഈവൻ നമ്മുടെ ഇടയിലും തന്നെ ഉണ്ട്, വെളിനാട്ടുകളിലുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ ഈ ഇട്ടവട്ടത്ത് ജീവിച്ചാണ്, വിച്ച് മീൻസ് ഇന്ത്യ അല്ലെങ്കിൽ കേരള, ആ ഒരു ഇട്ടവട്ടത്ത് ഞങ്ങൾ പറക്കാൻ പോവുകയാണ്, എന്തോ വലിയ രീതിയിൽ നിന്ന് ഞാൻ അവിടാണ് ഇവിടാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടോ. എനിക്ക് അവരോട് തുളുമ്പുച്ചവും മാത്രമാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പലതരം എന്താ പറയാ, നൂതന സാങ്കേതിക വിദ്യകളാൽ തയ്യാറാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഞാൻ പറയുന്നു. പക്ഷെ ഏതൊരു രാജ്യത്ത് എന്നാലും നമ്മുടെ രാജ്യത്തെ സെക്കൻഡ് സിറ്റിസൺ അല്ലെങ്കിൽ തേർഡ് സിറ്റിസൺ, മോർ ദാൻ ദാറ്റ് ഒരു ഫോർത്ത് സിറ്റിസൺ മാത്രമായി അവര് നമ്മളെ കണക്കാക്കുന്നുള്ളൂ. ഇപ്പം പലയിടത്തും നോക്കുവാണെങ്കിൽ ഈവൻ എല്ലാവരും പോകുന്നതാണ് UK, കാനഡ അല്ലെങ്കിൽ US, അയർലൻഡ്. അവിടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും താഴ്ത്താവോ അത്രത്തോളം താഴ്ത്തുക. ഇപ്പം നമ്മുടെ കൊളീഗായിട്ട് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ട് ഫ്രണ്ടായിട്ട് ഇരിക്കുന്നവർ അവിടെയുള്ള സ്വദേശികളായാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങളൊരു വരുത്തനാണ് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മലയാളിയും ഒരു ബംഗാളിയും അല്ലെ ഒരു നേപ്പാളിയും തമ്മിൽ അടി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മലയാളിക്കൊപ്പമേ നിൽക്കത്തുള്ളൂ. ഞാൻ നേപ്പാളിയുടെ ഭാഗത്താണെങ്കിൽ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അതാണ് റൈസിസം എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ ഒരു കുട്ടിക്ക് സംഭവിച്ച അവസ്ഥ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നു, ചില കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ അല്പം പുറകിലാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ വികസിതമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലും. അപ്പം അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ വെളിയിലോട്ട് പോകുന്നത്. പക്ഷെ ലോകം കണ്ടവരൊക്കെ, ലോകം എന്താണ്, ലോകത്തിന്റെ സ്പന്ദനം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞവർ അവരുടെ രാജ്യത്ത് തന്നെ കിട്ടുന്ന ഫെസിലിറ്റി, എന്താ പറയാ, കിട്ടുന്ന എന്താണോ അത് വെച്ച് ജീവിക്കുന്നവരാണ്. ഫോർ എക്സാമ്പിൾ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ഏതാന്ന് ചോദിച്ചാൽ, ജീവിക്കാൻ പറ്റിയ കൺട്രി ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ തന്നെയാണെന്നുള്ളത്. അപ്പോൾ കേസ് മീറ്റിന് ഫ്രം T Blogs സൈനിങ് ഔട്ട്.